يا إله الكون وناصرنا من غيرك قلت حيلتنا بك يا الله تعلقنا بك يا الله يا إله الكون وناصرنا من غيرك قلت حيلتنا بك يا الله تعلقنا بك يا الله جبار الأرض بك الفرج والصبح يضيء وينبلج لو شئت إلهي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള ശ്രോതാക്കളെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയവീതി എന്ന നമ്മുടെ പ്രമേയത്തെ തന്നെയാണ്. നമുക്ക് വിജയിക്കാൻ ആവശ്യമായ പ്രധാന ഘടകമാണ് നമ്മുടെ വിശ്വാസം. അഥവാ ഈ അത്ഭുത പ്രതിഭാസങ്ങൾ അടങ്ങിയ പ്രപഞ്ചത്തിൻ്റെ നിയന്താവ്, രക്ഷിതാവ്, ആ രക്ഷിതാവിലേക്ക് അടിമകളായ നാം ചെന്നെത്തുക, എല്ലാ അർത്ഥത്തിലും പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവിനെ മനസ്സിലാക്കുക. അള്ളാഹു എന്ന നാം വിളിക്കുന്ന പരമമായ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവ്. അള്ളാഹുവിനെ അടുത്തറിയുക. ഏകനായ അള്ളാഹു, അവൻ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരാമർശിച്ചതുപോലെ അവൻ സമതാണ്, നിരാശ്രയനാണ്. അവൻ ആരുടെയും സന്താനമോ ആരുടെയോ മാതാവോ പിതാവോ അല്ല. പൂർണ്ണ അർത്ഥത്തിൽ സൃഷ്ടികളോട് എല്ലാ വിഷയത്തിലും അവൻ വിയോജിച്ചവനാണ്. അഥവാ സൃഷ്ടിപ്പിലായാലും മറ്റു വിശേഷണ ഘടകങ്ങളിലെല്ലാം സൃഷ്ടികളിൽ നിന്ന് തികച്ചും വിഭിന്നമാണവൻ. ആ വിഭിന്നമായ രക്ഷിതാവിനെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഈ ലോകത്തിന് രക്ഷിതാവ് അനിവാര്യമാണ്. പണ്ടൊരിക്കൽ ഒരു മഹാനായ ഇമാമിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം നിരീശ്വരവാദികളായ ഒരു കൂട്ടം ആളുകളോട് സംവാദം നടത്താൻ വേണ്ടി ഏൽക്കുകയും ഈ നിരീശ്വരവാദികളുടെ പ്രധാന ചോദ്യം ഈ പ്രപഞ്ചത്തിന് അള്ളാഹു ഇല്ല, പ്രകൃതിയാണ് ഇതിനെ നയിക്കുന്നതെന്നാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല, എല്ലാം തനിയെ എല്ലാ അത്ഭുതങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് നടക്കുന്ന മുഴുവൻ അത്ഭുതങ്ങളും അത് തനിയെ ഉണ്ടായതാണെന്ന് വാദിക്കുന്ന, ജൽപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളോട് സംവദിക്കാൻ ഇമാം ഏൽക്കുകയും അദ്ദേഹം വേദിയിലേക്ക് വരാൻ ഒരല്പസമയം താമസിച്ചു. അപ്പോൾ പലരും ചോദിച്ചു, എന്തേ ഞങ്ങൾ നേരത്തെ വന്നല്ലോ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സ്ഥാപിക്കാനല്ലേ ഏറ്റത്, നിങ്ങളെന്തുകൊണ്ട് വന്നില്ല, നേരം എന്തുകൊണ്ട് താമസിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴ കടക്കണമെങ്കിൽ എനിക്ക് തോണിയില്ല, കപ്പലില്ല, ബോട്ടില്ല, ഒന്നുമില്ല. ഞാനങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പുഴയുടെ അരികിലുണ്ടായിരുന്നൊരു മരം അത് വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണു എന്ന് മാത്രമല്ല, ആ മരം പലകകളായി രൂപാന്തരപ്പെട്ടു. ആ പലകകൾ കൂടിച്ചേർന്ന് ആണിയടിക്കപ്പെട്ട് ഒരു തോണിയുണ്ടായി. ആ തോണിയിൽ കയറി ഞാൻ വന്നതാണ്. ഇത്ര നേരം ഈ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്ക് അല്പം താമസിച്ചു പോയി. അപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ മുഴുവനും കൂകി വിളിച്ചു, ഇത് വിഡ്ഢിത്താണ്, ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം ഒരു തോണി ഉണ്ടാകണമെങ്കിൽ
തന്നെത്താൻ എങ്ങനെ മരം വീണാൽ തന്നെ എങ്ങനെ പലകയാവൽ, അതെങ്ങനെയാണ് തോണിയാവൽ? അപ്പോൾ ഇമാം അവരോട് ചോദിച്ചു, ഞാൻ ചെറിയൊരു തോണിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു ഇതിങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല, ഇത് തനിച്ച ഭ്രാന്താണെന്ന് നിങ്ങൾ പറയുന്നു, എന്നെ നിങ്ങൾ കൂക്കി വിളിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആകാശഭൂമികളിൽ അന്തർലീനമായി കിടക്കുന്ന കോടാനുകോടി എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുത പ്രതിഭാസങ്ങൾ തനിയെ ഉണ്ടായതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു പ്രവർത്തിക്കുന്ന ആൾ വേണ്ടേ? ഒരു സ്വാനി, അത് മേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരാൾ വേണ്ടേ? അതിനെ സൃഷ്ടിച്ച ഖാലിഖായ ഒരു സൃഷ്ടാവ് ആവശ്യമില്ലേ? ഇതോടുകൂടെ അവരുടെ സംശയങ്ങൾ തുറന്നു. ഇതൊരു ഉദാഹരണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഏത് മൂഢന്മാർക്കും മനസ്സിലാകുന്നതാണ്, ഏതൊരു കാര്യത്തിന് പിന്നിലും ഒരാൾ, അതിനെ ഉണ്ടാക്കിയ, അതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ വേണം. അത് പ്രകൃതി നിയമമാണ്. പണ്ടൊരിക്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതവിഭാഗത്തിൻ്റെ അപ്പോസ്തലനായ ഒരു നേതാവ്, അദ്ദേഹം അവരുടെ ആരാധ്യ പുരുഷനാണ്. ആ മതഭക്തനെന്ന് മാത്രമല്ല, മത നേതാവായ, മതാചാര്യനായ, അനുയായികളുടെ ആരാധ്യപാത്രമായ ആ വലിയ മഹാൻ, അദ്ദേഹം തൻ്റെ യൗവനപ്രായത്തിൽ ഒരു നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വരവാദിയായ ആ ചിന്തകനായ ചെറുപ്പക്കാരൻ, അദ്ദേഹം തൻ്റെ ഗുരുവിനോട്, ഈശ്വരൻ, എന്തിനാണ് ഈശ്വരൻ ഈ ലോകത്തിന്? അതിങ്ങനെ തന്നെത്താനെ പ്രകൃതി നിയമങ്ങൾ നടന്നാൽ പോരെ? അപ്പോൾ ഗുരു പറഞ്ഞു, അല്ല മോനെ, ഈ വലിയ അത്ഭുതങ്ങളുടെ കലവറയായ പ്രപഞ്ചം, നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നാം ആളെ തിരയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരാൾ അനിവാര്യമാണ്, ഒരു സൃഷ്ടാവ് വേണം. അപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു, ആയിക്കോട്ടെ, എന്നാൽ ആ സൃഷ്ടാവിനെ എനിക്കൊന്ന് കാണണം. ഇത് ശിഷ്യൻ്റെ, ഈ ചെറുപ്പക്കാരൻ്റെ ഒരു അമിതമായ ആഗ്രഹമാണ്, ന്യായമായ ആഗ്രഹമാണ്. അദ്ദേഹം ഗുരുവിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, മോനെ, നാളെ ഉച്ച സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ കാണാൻ, ദൈവത്തെ കാണാൻ ഗുരുവിൻ്റെ വീട്ടിലേക്ക് ഉത്സാഹത്തോടുകൂടെ ഉടുത്തൊരുങ്ങി അദ്ദേഹം പുറപ്പെട്ടു. വീട്ടിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, മോനെ, വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങണം, എന്നെങ്കിലേ എൻ്റെ സൃഷ്ടാവിനെ കാണാൻ കഴിയൂ, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവിനെ കാണാൻ കഴിയൂ. അങ്ങനെ അദ്ദേഹം വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. അദ്ദേഹം നട്ടുച്ച സമയമാണ്, കത്തിക്കാളുന്ന സൂര്യനാണ് മുകളിൽ ഉദിച്ചിരിക്കുന്നത്. അദ്ദേഹം മേൽപോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ ശിഷ്യൻ, പിന്നീട് വലിയ മതത്തിൻ്റെ അപ്പോസ്തലനായി മാറിയ ആ ചെറുപ്പക്കാരൻ മേൽപോട്ട് നോക്കി പറഞ്ഞു, ഗുരു, സൂര്യൻ്റെ പ്രകാശം കൊണ്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് അതിനുള്ള ശക്തിയില്ല, നോക്കാൻ പറ്റുന്നില്ല. ഗുരു പറഞ്ഞു, അത് പറ്റൂല, നോക്കണം. അപ്പോൾ പറഞ്ഞു, ഇല്ല, പറ്റുന്നില്ല ഗുരു. അപ്പോഴാണ് ഗുരു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, സൂര്യനെ നഗ്നനേത്രം കൊണ്ട് ദീർഘനേരം വീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? 15,000 ഡിഗ്രി സെൽഷ്യലാണ്, 15,000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓരോ സെക്കൻഡിലും ഈ തെർമോ ന്യൂക്ലിയർ ചൂള. ഏകദേശം 4 ദശലക്ഷം ടൺ പിണ്ഡത്തെ ഊർജ്ജമാക്കി മാറ്റുന്നു. അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് ഭൂമിയിലേക്ക് ആപതിക്കുന്ന ചൂടും പ്രകാശവും. ആ ഒരംശം ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ നിനക്ക് നോക്കാൻ നിൻ്റെ കണ്ണിന് കഴിയുന്നില്ല എങ്കിൽ, ഈ സൂര്യൻ്റെ ഉപജ്ഞാതാവായ, സൂര്യനെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിനെ
ആ സൃഷ്ടാവിൻ്റെ പ്രകാശത്തെ, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, അല്ലാഹു എന്ന സൃഷ്ടാവ് നൂറു സമാവാത്തി വൽ അർദ്, ആകാശ ഭൂമികളുടെ പ്രകാശഗോളമാണവൻ. ആ പ്രകാശത്തെ നിനക്കെങ്ങനെ നിൻ്റെ കണ്ണിന് താങ്ങാൻ കഴിയും? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ധരിച്ചു വച്ചത് തെറ്റാണ്. സൃഷ്ടാവില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് സൃഷ്ടാവിനെ കാണാനുള്ള കാഴ്ച ശക്തി എൻ്റെ കണ്ണിൽ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. ഇങ്ങനെ ലോകത്ത് ഉള്ള പലതും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന്, ഒരു ഇമാമിനോട് ഒരു നിരീശ്വരവാദി ചോദിച്ചു, അള്ളാഹു ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ. അപ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബുദ്ധിയുണ്ട്. ബുദ്ധിയുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടല്ലോ, എന്നാൽ ആ ഉള്ള ബുദ്ധി ഒന്ന് കാണിച്ചു തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബുദ്ധി കാണിച്ചു തരാൻ പറ്റൂല, അതിൻ്റെ പ്രകടനങ്ങളല്ലേ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ബുദ്ധിയുണ്ട് എന്നതിൻ്റെ. അപ്പോൾ ഇമാം പറഞ്ഞു, എല്ലാം അങ്ങനെ തന്നെയാണ്. ചില ശക്തികൾ കാണാൻ നമുക്ക് കഴിയുന്നില്ല, അത് സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ്. വൈദ്യുതിയുടെ പ്രകടനങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ, വൈദ്യുതിയെ കാണാൻ നമുക്ക് കഴിയില്ല. ഇങ്ങനെ പല സൃഷ്ടികളും കാണാൻ കഴിയുന്നില്ല, പിന്നെ സൃഷ്ടാവിന് എങ്ങനെ കാണാൻ കഴിയും? ഉൻദുറു ഇലാ ആസാരി റഹ്മത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലെ റഹ്മത്തുകൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ, അതിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ അതിൻ്റെ ഉടമയായ അടയാളങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ബുദ്ധി, വൈദ്യുതി, ഇതുപോലുള്ള ശക്തികളെ, ഈ ലോകത്ത് മുഴുവൻ നിയന്ത്രിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്, അതൊരു ശക്തിയാണ്. അതേപോലെ വൈദ്യുതി, അതൊരു ശക്തിയാണ്. എത്രയോ വലിയ വലിയ യന്ത്രങ്ങൾ ചലിപ്പിക്കുന്ന വൈദ്യുതി, ഇതൊന്നും ഈ ശക്തികളെയൊന്നും കാണാൻ കഴിയുന്നില്ല, ഇതൊക്കെ സൃഷ്ടികളാണ്. എന്നാലിതിൻ്റെ സൃഷ്ടാവിനെ എങ്ങനെ കാണാൻ കഴിയും? അവൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അതേ കാണാൻ കഴിയുകയുള്ളൂ. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഞാനൊരു ചരിത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഖുർആനിൽ നിന്നും തിരുഹദീസിൽ നിന്നും കർമ്മശാസ്ത്രം ഗവേഷണം ചെയ്തെടുത്ത ആദ്യ ഇമാം എന്ന പദവി മഹാനവറുകൾ നേടിയെടുത്തിട്ടുണ്ട്. അത്രയും അഗാധമായ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ്, വിജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തൻ്റെ വിദ്യാർത്ഥി പ്രായത്തിൽ ഹമ്മാദ് റളിയല്ലാഹു അൻഹു എന്ന തൻ്റെ ഗുരുവിൻ്റെ അരികിൽ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞുമോനായ വിദ്യാർത്ഥി ഒരു സ്വപ്നം കാണുകയാണ്. ഒരു മരം, ആ മരത്തെ ഒരു കൂട്ടം പന്നികൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മരത്തിൻ്റെ ഒരു ഏല് താഴേക്ക് ചാഞ്ഞു വന്നുകൊണ്ട് ആ പന്നികളെ അടിച്ചോടിക്കുന്നു. ഇത് സ്വപ്നം കണ്ട വിദ്യാർത്ഥി തൻ്റെ ഉസ്താദ്, തൻ്റെ ഗുരുവിൻ്റെ അരികിലേക്ക് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആരായാൻ വേണ്ടി ചെന്നപ്പോൾ ഗുരു വിമുഖനായി, ദുഃഖിതനായി ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നുഅ്മാൻ എന്ന ചെറിയ വിദ്യാർത്ഥിയായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിനോട് ചോദിക്കുന്നു, ഗുരുവിനോട്, അല്ല ഗുരു, നിങ്ങൾക്കെന്താണ് വലിയൊരു മനപ്രയാസം? അപ്പോൾ ഗുരു പറഞ്ഞു, മോനെ, രാജാവെന്നെ വിളിപ്പിച്ചിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ. കാരണം ഇവിടെ ഒരു വിഭാഗം പ്രകൃതിവാദികൾ, അവർ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവില്ല എന്ന് വാദിക്കുകയാണ്. അപ്പോൾ അവരുടെ വാദങ്ങളെ ഗണ്ണിക്കാനും ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ സ്ഥിരപ്പെടുത്താനും ഈ രാജ്യത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ അവരോട് സംവാദം നടത്താൻ ഏൽപ്പിക്കാൻ രാജാവ് ഉത്തരവിട്ടു. അതിന് എന്നെയാണ് നിയോഗിക്കപ്പെട്ടത്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, മോനെ, ഞാൻ ഈ പ്രകൃതിവാദികളുടെ അരികിൽ പോയി സ്ഥാപിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെയാണ്.
എൻ്റെ സത്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന സമൂഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അവരൊക്കെ നിരീശ്വരവാദികളായി പോകുകയില്ലേ എന്ന വലിയൊരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുമോൻ പറഞ്ഞു, ഉസ്താദേ, ഗുരു നിങ്ങൾ പോകേണ്ടതില്ല, ഞാൻ അവരോട് സംവാദത്തിന് പോകാം. ഞാൻ തോറ്റാൽ ഞാനൊരു വിദ്യാർത്ഥിയല്ലേ, ഞാൻ ജയിച്ചാൽ സത്യം ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ഒരു പോറലും ഇവിടെ വിശ്വാസികൾക്കോ വിശ്വാസത്തിനോ ഏൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. അങ്ങനെ നുഅ്മാൻ എന്ന ആ വിദ്യാർത്ഥി നിരീശ്വരവാദിയോട് സംവാദത്തിന് പോവുകയാണ്, നിരീശ്വരവാദികളോട്. അങ്ങനെ സംവാദത്തിന് പോയി ആദ്യം അവർ ഈ കുട്ടിയോട് പറഞ്ഞു, നീയാണോ മോനെ സംവാദത്തിന് വരുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ മതി, എൻ്റെ ഉസ്താദ് വരേണ്ട ആവശ്യം ഇല്ല, കാരണം ഇതിനൊക്കെ ഞാൻ മതി നിങ്ങളോട് ഉത്തരം പറയാൻ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ സ്ഥാപിക്കാൻ അത് ഞാൻ മതി. കാരണം ഈച്ചയെ കൊല്ലാൻ ഇരുമ്പ് വലക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ കുട്ടിയായ ഈ ചെറിയ വിദ്യാർത്ഥിയുടെ ആവശ്യം തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുമോനോട് അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് എപ്പോഴാണ് പ്രസവിക്കപ്പെട്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ റബ്ബ് പ്രസവിക്കപ്പെട്ടിട്ടില്ല. കാരണം ലം യലിദ് വലം യൂലദ്, അവനൊരു പരമമായ ശക്തിയാണ്. ശേഷം വന്ന മുഴുവൻ പ്രസവങ്ങളും ശേഷം വന്ന മുഴുവൻ മാതാപിതാക്കളും കുഞ്ഞുമക്കളൊക്കെ അവൻ്റെ സൃഷ്ടികളാണ്. അവനാരും പ്രസവിച്ചിട്ടില്ല, അവനിവിടെ ആദ്യം ഉണ്ടായവനാണ്. അപ്പോൾ രണ്ടാമത് ഇവർ ചോദിച്ചു, ഫി അയ്യി സനത്തിൻ വജദ റബ്ബുക, ഏത് കാലത്താണ് നിൻ്റെ റബ്ബ് ഉണ്ടായത്? ആയിക്കോട്ടെ, പ്രസവിച്ചിട്ടില്ല, ആദ്യമേ ഉണ്ടായവനാണ്, ശരി, എന്നാൽ എപ്പോഴാണ് ഉണ്ടായത്? അപ്പോൾ ഈ കുഞ്ഞുമോൻ പറഞ്ഞില്ല, ഔവലലി വുജൂദിഹി, എൻ്റെ സൃഷ്ടാവ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഉണ്ടാവലിന് ഒരു ആദ്യം ഇല്ല. അപ്പോൾ അവർ ചോദിച്ചത്, എങ്ങനെയാണ് ആദ്യമില്ലാതെ ഉണ്ടാവൽ? അപ്പോൾ കുഞ്ഞുമോൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കണക്കറിയില്ലേ? അറിയാം. കണക്കിലെ 4 എന്ന അക്ഷരം, 4 എന്ന അക്കം, അതിനു മുമ്പ് എത്രയാണ്? അപ്പോൾ നിരീശ്വരവാദികൾ പറഞ്ഞു 3. മാതാ ഖബല സലാസ, 3-ന് മുമ്പ് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു 2. അതിലെന്താ അത്ഭുതം? ഒമാതാ ഖബല ലിസിനൈൻ, 2-ന് മുമ്പ് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞാൽ വാഹിദ്, 1. അപ്പോൾ ഈ കുഞ്ഞുമോൻ അവരോട് ചോദിച്ചു, ഒമാതാ ഖബലുൽ വാഹിദ്, 1-ന് മുമ്പ് എത്രയാണ്? അപ്പോൾ അവരൊന്നടങ്കം പറഞ്ഞു, ലാ ശൈഅ ഖബലഹു, 1-ന് മുമ്പ് ഒന്നുമില്ലല്ലോ, 1 ഫസ്റ്റ്. അപ്പോൾ ഈ കുഞ്ഞുമോൻ അവരോട് പറഞ്ഞു, ഇദാ കാനൽ വാഹിദുൽ ഹിസാബി ലാ ശൈഅ ഖബലഹു, ഒരു കണക്കിലെ അക്കത്തിന് 1-ന് മുമ്പ് ഒന്നില്ല എങ്കിൽ അതൊരു സൃഷ്ടിയാണ്. ഫമാ ബാലുക്കും ബിൽ വാഹിദുൽ ഹഖീഖി, യഥാർത്ഥത്തിൽ ഒരുവനായ ഒരു സൃഷ്ടാവ്, ഇതൊക്കെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ്, അവന് മുമ്പിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിൽ അത്ഭുതപ്പെടണം. അന്നഹു ഖദീമുൻ ലാ അവ്വല ലി വുജൂദിഹി, അന്നഹു ഖദീമുൻ ലാ അവ്വല ലി വുജൂദിഹി, അവൻ ഖദീമാണ്, പണ്ടേ ഉള്ളവനാണ്, അവൻ്റെ തുടക്കത്തിന് ആദ്യമില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, ഫി അയ്യി ജിഹത്തിൻ യത്തജിഹു റബ്ബുക, ഏത് ഭാഗത്താണ് നിൻ്റെ രക്ഷിതാവുള്ളത്, ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്? അപ്പോൾ കുഞ്ഞമ്മോൻ പറഞ്ഞു, നിങ്ങളൊരു വിളക്ക് കണ്ടിട്ടില്ലേ ഇരുട്ടുള്ള സ്ഥലത്ത്? ഫി അയ്യി ജിഹത്തിൻ യത്തജിഹു നൂറുഹു, അതിൻ്റെ പ്രകാശം ഏത് ഭാഗത്താണ് ഉള്ളത്? പറഞ്ഞു, ഫി ജമീൽ ജിഹാത്തി, എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ കുഞ്ഞമ്മൻ പറഞ്ഞു, ഇതാക്കാൻ ഹാദ ഹാലു നൂരി സനായി, നാം സൃഷ്ടിച്ചൊരു വിളക്ക്, ഒരു സൃഷ്ടിയായ വിളക്ക്, സൃഷ്ടിച്ചൊരു വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ പ്രകാശം എല്ലാ ഭാഗത്തുണ്ടെങ്കിലും ഏത് ഭാഗമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ
ഫമാ ബാലുക്കും നൂരി സമാവാത്തി വൽ അർദ്, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, ആകാശഭൂമിയുടെ പ്രഭയായ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഏത് ഭാഗത്താണ് നമുക്കങ്ങനെ പറയാൻ കഴിയും? മൂന്നാമത്തെ ചോദ്യം, മോനെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് എങ്ങനെയുള്ളതാണ്? ഉറച്ചതാണോ, അല്ല ദ്രാവകമാണോ, കട്ടിയുള്ളതാണോ, സ്വർണ്ണമാണോ, വെള്ളിയാണോ? പണ്ട് മക്ക മുശ്രിക്കുകളും ഇതേ ചോദ്യം തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചത്. ഈ നിരീശ്വരവാദികൾ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ എന്ന ഈ ചെറിയ വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ്, അഹിയ സ്വൽബത്തുൻ കൽ ഹദീദി, ഇരുമ്പ് പോലെ ഉറച്ചതാണോ, അം സായിരത്തുൻ കൽമായി, അല്ലെങ്കിൽ വെള്ളം പോലെ ദ്രാവകമാണോ, അം ഗാസിയത്തുൻ ക ദുഖാനി അബിൽ ബുഖാരി, അല്ലെങ്കിൽ ഗ്യാസ് പോലെ പുക പോലെയുള്ളതാണോ? അപ്പോൾ വിദ്യാർത്ഥി അവരോട് ചോദിച്ചു, ഹൽ ജലസ്തും ബി ജിവാരി മരീദിൻ മുശ്രിഫിൻ അലൽ മൗത്ത്, മരണമാസന്നമായ ഒരു രോഗിയുടെ അരികിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ഖാലു ജലസ്ന, ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. കാന യുക്കല്ലിമുക്കും ഫസാറ ബഅദൽ മൗത്തി സ്വാമിത, എന്നാൽ ആ മരണമാസന്നമായ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിരുന്നില്ലേ? സംസാരിച്ചിരുന്നു. മരിച്ചതിന് ശേഷം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം ഉണ്ടെന്നില്ലല്ലോ. വക്കാന യതഹറകു ഫക്കാന സാക്കിനൻ, അദ്ദേഹം മുമ്പ് അനങ്ങിയിരുന്നില്ല, ഇപ്പോൾ അനങ്ങുന്നുണ്ടോ മരിച്ചതിന് ശേഷം? ഫമല്ലദീ ഗയ്യറ ഹാല, അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ മാറാൻ കാരണം? ആദ്യം അയാൾ സംസാരിച്ചു, ഇപ്പോൾ സംസാരിക്കുന്നില്ല. ആദ്യമേ അയാൾ ചലിച്ചു, ഇപ്പോൾ ചലിക്കുന്നില്ല, നിശ്ചലനാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് ഈ മാറ്റം ഉണ്ടാവാൻ കാരണം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഖുറൂജു റൂഹി, അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോയത് കൊണ്ടാണ്. ആദ്യം ആത്മാവ് ഉണ്ടായിരുന്നു, അതിനെന്താണ്? അപ്പോൾ കുട്ടി അവരോട് ചോദിച്ചു, ശരി, ആത്മാവ് പോയതാണല്ലേ, എന്നാൽ അഖറജത്ത വാന്തും മൗജൂദുനമാഹു, നിങ്ങൾ ആ ആത്മാവ് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ആത്മാവ് പോകുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവിടെ? അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ടായിരുന്നു. എന്നാൽ സിഫൂലി ഹാദിഹി റൂഹ്, ആത്മാവ് നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴാണ് പോയത്. നിങ്ങൾ പറഞ്ഞു ആത്മാവ് പോയപ്പോഴാണ് അദ്ദേഹം നിശ്ചലനായത്, അദ്ദേഹം സംസാരിക്കാതായത്. പക്ഷെ നിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ അവിടെയുണ്ട് ആത്മാവ് പോകുമ്പോൾ. എന്നാൽ എന്നോട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഹാദിഹി റൂഹ് അഹിയ സ്വൽബത്തുൻ കൽ ഹദീദി അം സായിരത്തുൻ കൽ മായി ഔ ഗാസിയത്തുൻ കൽ ദുഖാനി വൽ ബുഖാർ, ഈ ആത്മാവ് ഇരുമ്പ് പോലെ ഉറച്ചതാണോ, വെള്ളം പോലെ ദ്രാവകമാണോ, അല്ലെങ്കിൽ പുക പോലെ ഗ്യാസായതാണോ, എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ലാ നാരിഫു ഷൈഅൻ അന്ന, ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്താണ്. അപ്പോൾ ഈ വിദ്യാർത്ഥി ഈശ്വരനില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളോട് പറഞ്ഞു, റൂഹു വഹിയ മഖ്ലൂഖത്തുൻ, ആത്മാവ് ഒരു സൃഷ്ടിയാണ്. ലാ യുംകിനുകുമുൽ വുസൂൽ ഇലാ കുന്നിഹ, അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് ചെന്നു ചേരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അഫതുരീദൂന മിന്നി അൻ നസിഫ ലക്കും ദാത്തൽ ഇലാഹിയ, എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഒരു സൃഷ്ടിയായ ആത്മാവിൻ്റെ കോലങ്ങൾ അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അത് നിങ്ങളുടെ അരികിൽ നിന്നാണ് പോയത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്നാൽ ഇലാഹിയായ ദാത്ത്, ഒരു സൃഷ്ടാവിൻ്റെ ദാത്ത്, ഒരു സൃഷ്ടാവിൻ്റെ അന്തസത്ത, അതിൻ്റെ വിശേഷണം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. ഇന്ന ദാലിക്കൽ അജീബ്, അത് അത്ഭുതമല്ലേ? ഒരു ബുദ്ധിമാന് ഇത് യോജിക്കാൻ പറ്റുമോ? സൃഷ്ടിയായ റൂഹിനെപ്പോലും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ കഴിവിൻ്റെ കുറവാണ്. നാലാമത് വിദ്യാർത്ഥിയോട് അവർ ചോദിച്ചു, ഫി അയ്യി മക്കാൻ റബ്ബുക മൗജൂദ്, ഏത് സ്ഥലത്താണ് നിൻ്റെ റബ്ബുള്ളത്? അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞു, ഒരു പാല് നിറച്ച കോപ്പ, അതിൽ നെയ്യുണ്ടല്ലോ, പാലിൽ നെയ്യുണ്ട്. എവിടെയാണ് നെയ്യുള്ളത്? വൈന യൂജദു സമന ഫിൽ ലബനി, വൈന യൂജദു സമനു ഫിൽ ലബൻ, ഈ ലബനിൽ എവിടെയാണ് നെയ്യുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, ലൈസ ലഹു മക്കാനുൻ ഖാസ്, അപ്പോൾ എവിടെയെന്നില്ല, അത് വ്യാപകമായി കിടക്കുന്നതാണ്. ബൽവശായുൻ,
ഫി കുല്ലി ജുസിയായത്തിൽ ലബൻ. അപ്പം മഹാനായ വിദ്യാർത്ഥി അവരോട് പറഞ്ഞു, ഒരു മഖ്ലൂഖിൻ്റെ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, പിന്നൊരു ഖാലിഖായ, സൃഷ്ടാവായ, ഇലാഹായ, നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പിന്നെ ഒരു ശക്തിയായ, വർണ്ണനക്കതീതനായ ശക്തിയായ ആ ഇലാഹിൻ്റെ ദാത്ത്, അവൻ്റെ യാഥാർത്ഥ്യത്തെ എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ഈ വിദ്യാർത്ഥി അവരോട് ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ സൃഷ്ടികളെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സൃഷ്ടികളുടെ യാഥാർത്ഥ്യങ്ങളെപ്പോലും മനസ്സിലാക്കാൻ മനുഷ്യൻ പക്വമതിയല്ല. മനുഷ്യൻ്റെ കഴിവുകൾ, സൃഷ്ടാവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയാത്തത് നമ്മുടെ കണ്ണിൻ്റെ ന്യൂനതയാണ്, കഴിവ് കുറവാണ്, നമ്മുടെ ചിന്തയുടെ കഴിവ് കുറവാണ്, അല്ലാതെ അവൻ്റെ യാഥാർത്ഥ്യം ഈ ലോകത്തില്ലാത്തത് കൊണ്ടല്ല. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ സൃഷ്ടാവിലേക്ക് ചെന്ന് ചേരുക. നിരീശ്വരവാദങ്ങൾ, നിർമ്മിതവാദങ്ങൾ ന്യൂനമായ മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ മാത്രമാണ്. മനുഷ്യൻ ന്യൂനനാണ്, മനുഷ്യൻ അന്യൂനനല്ല. ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാത്തിലും മനുഷ്യൻ ന്യൂനനാണ്. ആ ന്യൂനമായ മനുഷ്യൻ്റെ ചിന്തകളാണ് ഇത്തരം സങ്കല്പങ്ങളിലേക്ക് മനുഷ്യനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്യൂനനായ സൃഷ്ടാവ്, യഥാർത്ഥവാനായ സൃഷ്ടാവ്, ആ സൃഷ്ടാവിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിച്ചേരാൻ ശ്രമിക്കണം. അള്ളാഹു ഇതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ വിശ്വാസങ്ങൾ നിലനിർത്തി കർമ്മങ്ങൾ സംശുദ്ധമാക്കി നല്ലവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.